വിശദമായി പരിശോധിക്കാം. SFI നേതാവ് ഐഷി ഘോഷിന് പിന്തുണയുമായി കോക്രോച്ച് ജനതാ പാർട്ടി. ഐഷിക്കെതിരായ നടപടി ജന്തർ മന്ദറിലെ സമരത്തിനെതിരായ നടപടിയായി കാണുമെന്ന് CJP നേതാവ് അശുതോഷ് റാങ്ക പറഞ്ഞു. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, നമുക്കറിയാം ഒരു അസാധാരണമായ സംഭവമാണ് ഡൽഹിയിലെ AKG ഭവനിൽ നടന്നത്. ഇപ്പോൾ അതിനെതിരെ ഐഷയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ CJP രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം SFIയുടെ നേതാവിന് CJP പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ജന്തർ മന്ദറിൽ നടത്തിയ പ്രക്ഷോഭകർക്ക് എതിരെ നടത്തിയ ഒരു തീരുമാനത്തിന് എതിരെയാണ് എന്നുള്ള രീതിയിലാണ് CJP ഇപ്പോൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പൂർണ്ണ പിന്തുണയാണ് ഐഷ ഘോഷിന് CJP നൽകിയിരിക്കുന്നത്. CJP വക്താവ് അശുതോഷ് റാണയാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഈ സമരത്തിൽ പങ്കെടുത്ത വ്യക്തികൾക്കെതിരെ നടക്കുന്ന ഈ വിച്ച് ഹണ്ട്, അതായത് വേട്ടയാടൽ, ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അല്ലെ, SFIയുടെ പ്രധാനപ്പെട്ട നേതാവായ ഐഷ ഘോഷ് CJPയുടെ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അതിന്റെ പേരിൽ വീണ്ടും ഒരു ജയിലിലടക്കാനുള്ള വാറണ്ട് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിനുള്ള തീരുമാനം അത് ശരിയല്ല. അത് CJP സമരത്തിനെതിരെയുള്ള വിച്ചണ്ടായിട്ട്, അതായത് പ്രതികാര നടപടിയായിട്ട് കണക്കാക്കുമെന്നാണ് CJP പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സാമൂഹ്യ പോസ്റ്റിലാണ് ഇപ്പോൾ അശുതോഷ് റാണ ഇത് സംബന്ധിച്ച അശുതോഷ് രംഗ ഇത് സംബന്ധിച്ച പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം വളരെ വലിയ വിഷയമായി ഉയർന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ CJP ഈ സമരത്തിൽ SFIയും ASFയുടെയും പങ്കാളിത്തത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വ്യക്തമായ സൂചന നൽകിയിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഒരു കൺഫർമേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഐഷ ഘോഷിനെതിരെയുള്ള നടപടികൾ CJP സമരത്തിനെതിരെയുള്ള നടപടികളാണ്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകിയ ലംഘനമായിട്ടുള്ള ഐഷി ഘോഷിനെ ഇപ്പോൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CJP.